ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് തന്നെ പൂർവ്വകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വാചകം ഇങ്ങനെ എഴുതി: താൻ മുടിച്ച വിശ്വാസത്തെ താൻ പ്രസംഗിച്ചപ്പോൾ തൻ്റെ നാമം നിമിത്തം ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന്. പൗലോസ് ആ പറഞ്ഞ വാചകത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അനേകരെ തുടർന്നുള്ള വർഷങ്ങളിൽ ദൈവം അവിടങ്ങളിലായി എഴുന്നേൽപ്പിച്ചു. 21-ാം നൂറ്റാണ്ടിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിക്കുന്നില്ല. ഒരു കാലത്ത് താൻ എന്തിൽ വിശ്വസിച്ചിരുന്നുവോ, താൻ ഏതു വിശ്വാസത്തെ മുടിക്കാൻ വേണ്ടി ഓടി നടന്നിരുന്നുവോ, അതേ വിശ്വാസത്തിൻ്റെ വക്താവായി ജീവനുള്ള ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഇന്നും തനിക്ക് ദൈവം അനുവദിക്കുന്ന കാലങ്ങളോളം ദൈവത്തിനു വേണ്ടി ഓടുന്ന ഒരു കർമ്മഭടനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. വോയിസ് ഓഫ് ഗോസ്പൽ അവതരിപ്പിക്കുന്ന യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക്, വിശേഷാൽ ജീവിത സാഹചര്യങ്ങളിൽ കത്തി അമരാതെ അതിൽ നിന്നും പുതിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി തലയെടുപ്പോടെ ജയത്തോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. സഹോദരൻ വിനോദ്, സ്വാഗതം. താങ്കളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു വല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലെ കടന്നുപോയി. സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും അകപ്പെട്ടു പോയിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആത്മഹത്യയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ഒരു മാരകരോഗം. എങ്ങനെയാണ് താങ്കളതിനെ അതിജീവിച്ചത്? ചുരുക്കമായി താങ്കളുടെ പശ്ചാത്തലമൊന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക്, ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ബോംബെ ലൈഫാണ് എൻ്റെ ഈ അസുഖത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ബോംബെയിലായിരുന്നു ജനിച്ചു വളർന്നത് അതോ? തീർച്ചയായും. ഓ, മലയാളിയല്ല? അല്ല അല്ല. ഓ ഓ ഓ. അച്ഛനും അമ്മയും മലയാളിയാണ്. എൻ്റെ ജനനം ബോംബെയിലായിരുന്നു. ഓക്കെ. ജനിച്ചത് ബോംബെയിലാണ്. അതിനുശേഷം 7ാമത്തെ വയസ്സിലാണ് ബോംബെയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. ഓക്കെ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് സ്വന്തം നാട്. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മലയാളം അറിയില്ല. അങ്ങനെ ഇവിടെ 7ാമത്തെ വയസ്സിൽ അംഗൻവാടി പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അംഗൻവാടിയിൽ നിന്നാണ് മലയാളം പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷേ തിരിച്ച് പറയാനായിട്ട് പറ്റുന്നുണ്ടായില്ല. എഴുത്ത് ഒട്ടും അറിയില്ല. കാരണം ബോംബെയിൽ അച്ഛനും അമ്മയും മലയാളം സംസാരിക്കുമായിരുന്നു, വീട്ടിൽ മലയാളം സംസാരിക്കും. അത് കേട്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദി ഇല്ല, നാട്ടിൽ മലയാളം മാത്രമേ ഉള്ളൂ. അങ്ങനെ അംഗൻവാടി പോയി മലയാളം പഠിക്കുകയാണ്. അങ്ങനെ 7ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. ഒരു വലിയേട്ടനായിട്ടാണ് ആദ്യത്തെ ക്ലാസ്. അതെ. കാരണം 7ാമത്തെ വയസ്സിൽ ഇവിടെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു വർഷം എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വന്ന് 7ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചേർന്നു. അപ്പോൾ അതൊക്കെ മലയാളം കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ് വരെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, കേരളത്തിൽ തന്നെ പഠനം പൂർത്തിയാക്കി. പക്ഷേ എൻ്റെ ഉള്ളിൽ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു വല്ലാതെ തന്നെ വേദന അലട്ടിക്കൊണ്ടിരുന്നു. കാരണം അച്ഛനും അമ്മയും ഉണ്ട്, ഒരു അനിയനുണ്ട്, ഒരു കുഞ്ഞു പെങ്ങളുണ്ട്. പക്ഷേ എന്നോടൊരു ചോദ്യചിഹ്നമായിരുന്നു, ഞാൻ യഥാർത്ഥത്തിൽ മകനാണോ അല്ലേ എന്നുള്ളത്. അങ്ങനൊരു ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ നാവിൽ നിന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിൻ്റെ അപ്പച്ചനല്ല എന്നുള്ളത്. അപ്പോൾ അതെന്നെ വല്ലാതൊരു വേദനയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. പലപ്പോഴും ഞങ്ങളുടെ ഹൈന്ദവ രീതി അനുസരിച്ചുള്ള കേരളത്തിലെ ഓണം, വിഷു എന്നുള്ള ആഘോഷങ്ങളിലൊക്കെയും ഇവരെ കൂടെ ഇടകലർന്ന് ആഘോഷിക്കാനുള്ളൊരു അനുവാദം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഉറപ്പിച്ചു,
അമ്മ പറഞ്ഞാൽ എന്തൊക്കെയോ വാസ്തവമുണ്ട്. അതെ, തീർച്ചയായും എന്തൊക്കെയോ വാസ്തവങ്ങളുണ്ട്. നാളുകൾ കഴിഞ്ഞു അല്പം വിവരം അറിവ് ആയി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് പതുക്കെ ഒന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആ സമയത്ത് മനസ്സിലായി അമ്മ രണ്ടാമതൊരു വിവാഹം ചെയ്തതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് മനസ്സിലായിട്ടുള്ളത്. അതിന് മുമ്പ് അല്പം സ്വല്പമായിട്ട് ഒരു പൂർണ്ണത ലഭിച്ചിരുന്നില്ല. അപ്പോൾ പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അമ്മ രണ്ടാമതൊരു വിവാഹം ചെയ്തതാണ്. എൻ്റെ അപ്പച്ചൻ ഉപേക്ഷിച്ചു പോയതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ്. എന്നെ ഉപേക്ഷിച്ചു പോയി. തുടർന്ന് അമ്മ വേറെ വിവാഹം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വല്ലാതൊരു പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി. കാരണം നാട്ടിൽ എല്ലാവരും ചിന്തിച്ചിരുന്നത് എനിക്ക് 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുമെന്നാണ്. അന്ന് ഡിസ്റ്റിങ്ഷൻ എന്നാണ് പറയാം. അപ്പോൾ സത്യത്തിൽ പരീക്ഷ എഴുതിയ എനിക്കറിയാം ഞാൻ ജയിക്കില്ല എന്നത്. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് പരീക്ഷയിൽ 129 മാർക്കേ ഉള്ളൂ ടോട്ടൽ. 10ാം ക്ലാസ്സിൽ 129 മാർക്ക്, ഇംഗ്ലീഷിൽ 1.5 മാർക്കാണ്. അങ്ങനെ ആ ഒരു വേദനയും പ്രയാസങ്ങളുമായി അങ്ങനെ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ വീണ്ടും സ്വന്തം ദേശമായിരിക്കുന്ന ബോംബെയിലേക്ക് വീണ്ടും അവിടെ ചേക്കേറി. അപ്പോൾ ബോംബെയിലേക്ക് ചെല്ലുമ്പോൾ ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഈ 10-12 വർഷത്തെ കേരളത്തിലത്തെ വാസം ഹിന്ദി നമ്മളിൽ നിന്ന് അകറ്റി കളഞ്ഞു. ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചു പറയാനുള്ള ഒരു ഒഴുക്കില്ല. അതാണ് വാസ്തവം, അതാണ് ഒരു ഒഴുക്കില്ല. അങ്ങനെ അവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. പക്ഷെ സ്വന്തം നാടാണെന്നുള്ള ഒരു അന്ന് താമസിച്ചിരുന്ന സ്ഥലം അറിയോ അതും അറിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു ഉദ്ദേശം വെച്ച് കടന്നുപോയി. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് ഏറ്റവും വലിയൊരു സ്റ്റേഷനാണ് VT സ്റ്റേഷൻ. ഇന്ന് ഛത്രപതി ശിവാജി എന്ന് പറയുന്ന വിക്ടോറിയ ടെർമിനൽ. അപ്പോൾ അവിടെ അന്ന് VT സ്റ്റേഷനിൽ പോയി. അവിടെ പോയി ട്രെയിൻ ഇറങ്ങി. അതിനുശേഷം കുറച്ച് കറങ്ങി നടന്നു. രാത്രി ആയപ്പോഴാണ് താമസിക്കേണ്ട സ്ഥലം അന്വേഷിക്കാൻ തിടുക്കം കൂട്ടിയത്. താമസിക്കാനായിട്ട് ഒരു ലക്ഷ്യമില്ലാതെയാണ് വണ്ടി കയറിയത്. ഒരു ലക്ഷ്യമില്ല. വീട്ടിലുള്ള അസ്വസ്ഥത, സ്നേഹക്കുറവുണ്ട് എന്ന് ഒരു തോന്നൽ, അതെല്ലാം കൊണ്ടാണ് വണ്ടി കയറാനുള്ളൊരു തീരുമാനത്തിൽ. തീർച്ചയായും സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ബോംബെക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൊല്ലം വള്ളികാവിൽ മാതാമൃതാനന്ദമയി, അവിടേക്ക് ഞാൻ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. കാരണം മാതാമൃതാനന്ദമയുടെ ഒരു നല്ലൊരു ഭക്തനായിരുന്നു. അപ്പോൾ അമ്മയിൽ നിന്നും സ്നേഹം ലഭിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്നും ഞാൻ കൊല്ലം വള്ളികാവിലേക്ക് അന്ന് കടന്നുപോയി. കുറച്ച് നാൾ ബോംബെക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് നാൾ ഞാൻ അവിടെ അമ്മയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു. അന്ന് അമ്മയുടെ ആശ്രമം വളരെ ചെറിയ ആശ്രമമാണ്. അപ്പോൾ ആ ആശ്രമത്തിൽ അമ്മയുടെ കൂടെ നാളുകളോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ചില ഗ്രൂപ്പായിട്ട് ആളുകൾ ബസ്സിൽ കടന്നു വരാറുണ്ട് അവിടെ. അങ്ങനെ എന്നെ കണ്ടു, വീട്ടുകാരോട് പോയി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ വന്നു എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അതിനുശേഷമാണ് ഞാൻ ബോംബെക്ക് കടന്നു പോരുന്നത്. ബോംബെ വന്ന് VT സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അന്ന് രാത്രി ആയപ്പോൾ കിടക്കാൻ സ്ഥലമില്ല. വല്ലാതെ വേദനിച്ചു. ആ സമയത്ത് VT സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ, അന്ന് നല്ല ഉഷ്ണകാലമായിരുന്നു, ഷർട്ട് ഊരി ചെരുപ്പ് ഊരി ബാഗിൻ്റെ അടിയിൽ വെച്ച് ആ VT സ്റ്റേഷനിൽ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബാഗും ഇല്ല, ചെരുപ്പും ഇല്ല, ഷർട്ടും ഇല്ല. ഇട്ട ആ ഒരു പാൻറ്റിലാണ് പിന്നീടുള്ള എൻ്റെ ആ ഒരു ദിവസത്തെ യാത്ര തുടങ്ങുന്നത്. ഞാൻ ബോംബെക്ക് രണ്ടാമതും കടന്നു പോകുന്ന സമയത്ത് ഞാൻ ബോംബെയെക്കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അവിടെ പൈപ്പിൽ വെള്ളം കിട്ടില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള വെള്ളം സൗകര്യം ഇല്ല. പിന്നെ എവിടെയും കിടന്നുറങ്ങാൻ സാധിക്കില്ല. ചെരുപ്പ് ഇടാതെ നടക്കാൻ പാടില്ല, ഷർട്ട് ഇടാതെ നടക്കാൻ പാടില്ല. അങ്ങനെ ചില ആശയങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാതൊരു വേദനയിൽ ഞാൻ VT സ്റ്റേഷനിൽ നിന്നൊരു 5 കിലോമീറ്ററോളം ഞാൻ നടന്ന് ചർച്ച് ഗേറ്റ് എന്നുള്ളൊരു സ്ഥലത്ത്, അവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പേര് അവിടെ വാക്കിങ്ങിനായിട്ട്
കടന്നു വന്നിരുന്നു. നല്ലൊരു പ്ലേസാണത്. അതിലൊരു സ്ത്രീ എന്താണെന്നറിയില്ല, എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു നല്ല കഴിവുള്ള വീട്ടിലെ ആണെന്നൊരു തോന്നൽ, അന്ന് നല്ല ശരീരമുണ്ട് തോന്നിയിട്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഒരു ചെറിയൊരു പേപ്പറിൽ ഒരു അഡ്രസ്സ് എഴുതി തന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പറമ്പ് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു ഷൂ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് ഷൂ, ആ ഒരു ഷൂ, ഒരു ജോഡി ഷൂ തന്നു. അതുപോലെ ഒരു ചെറിയൊരു പൂരി ബാജി, ഒരു പൊതി തന്നിട്ട് എന്തോ ഹിന്ദിയിൽ എന്നോട് സംസാരിച്ചു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഒപ്പം ഒരു ഷർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പൂരി ബാജി കഴിച്ചു. ആ അഡ്രസ്സ് ഒരു ബോംബെ വിട്ടിട്ടുള്ള ഒരു സ്ഥലത്തെ ഒരു അഡ്രസ്സായിരുന്നു, ഒരു ജോലിയെ കുറിച്ചായിരുന്നു. ഞാൻ ആ ഷർട്ടും ചെരുപ്പും കിട്ടിയപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് പതുക്കെ കടന്നു പോകുന്നു. അങ്ങനെ നടന്ന് ഒരു മലയാളി ഹോട്ടലിൻ്റെ പേര് ഞാൻ കാണാൻ സാധ്യത ഇടവന്നു. അവിടെ കയറി ചെന്ന് ഞാൻ പണി ചോദിച്ചു. അങ്ങനെ എനിക്ക് അവിടെ പണി കിട്ടി. പണി കിട്ടിയത് മോറിയിൽ പ്ലേറ്റ് കഴുകുന്ന പണിയാണ്. അങ്ങനെ ആ പണി തുടർന്നു, 2 ദിവസം തുടർന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് ഹോട്ടൽ തുറക്കും. രാവിലെ 5 മണിക്ക് ഹോട്ടൽ തുറന്നാൽ രാവിലെ 5 മണി മുതൽ റെസ്റ്റ് ഇല്ലാതെ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യണം. അവിടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും 12 മണിക്കൂറേ വർക്കുള്ളൂ. നമുക്ക് 17 മണിക്കൂർ, നമുക്ക് കൂടുതലാണ്. രണ്ടാമത് നമ്മളവിടെ പുതിയ ആളാണ്, അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൈയും കാലൊക്കെ ഇങ്ങനെ അടിഭാലെല്ലാം വെളുക്കാൻ തുടങ്ങി. വല്ലാത്തൊരു അസ്വസ്ഥത വരാൻ തുടങ്ങി. റെസ്റ്റില്ല. രാത്രിയിൽ ഹോട്ടൽ 12 മണിക്ക് ശേഷമാണ് ഹോട്ടൽ അടയ്ക്കുന്നത്. ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു കയറിൻ്റെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലുമ്പോൾ കയറി കിടക്കും. നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാം. അപ്പം അങ്ങനെ കയറി കിടക്കുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നം, ഒരു 10 ദിവസം പണിയെടുത്ത് അഡ്വാൻസ് പൈസ വാങ്ങിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങണം. ഏറ്റവും വലിയ സ്വപ്നം ആ സമയത്ത് അതായിരുന്നു, ഒരു ബെഡ്ഷീറ്റ് വാങ്ങി. കാരണം ഈ കയറിൻ്റെ പാടകളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഉറക്കം സുഖകരമല്ല. അതോടൊപ്പം തന്നെ രാത്രിയിൽ അല്പം രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൂച്ചയുടെ അത്ര വലിപ്പമുള്ള പെരിച്ചാഴി, അത് നമ്മുടെ മേത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ഒരുപാട് കുഴികൾ, ഗട്ടറുകൾ ഉണ്ടാവും. വല്ലാതൊരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പണി പറ്റാത്തൊരവസ്ഥയായി. കാരണം കയ്യും കാലും വല്ലാത്ത ഒരവസ്ഥയായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദിവസം റെസ്റ്റ് വേണം. റെസ്റ്റ് തരാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം വേറൊരു പണിക്കാരൻ അവിടെ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പണി വിട്ട് പിന്നെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തിരിഞ്ഞ് നടന്നു. 2 ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിലവിടെ ഞാൻ താമസിച്ചു. മറ്റു പല സ്ഥലത്തായിട്ട് താമസിച്ചു. 2ാമത്തെ ദിവസം ഒരു പാലത്തിൻ്റെ അടിയിൽ ഒരു രാത്രി സമയത്ത് ഞാൻ എത്തി. ഉദ്ദേശം ഒരു രാത്രി 10 മണിയായി കാണും. അപ്പോൾ ഇവിടുത്തെ 10 മണിയല്ല, അവിടെ 10 മണി എന്ന് പറയുമ്പോൾ നല്ല പകൽ പോലെ തന്നെയാണ്. ആരും ഉറങ്ങിയിട്ടില്ല. ഒരു 10 മണി സമയം രാത്രിയിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു പാലത്തിൻ്റെ സൈഡിൽ ഒരു 10-20 പേര് കിടക്കുന്നുണ്ട്. അതിൽ 1-2 പേര് പുതപ്പ് മുകളിലൂടെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എന്തോ പുക പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അല്പസമയം ഞാൻ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിയമത്തിന് എതിരായി എന്തോ സാമൂഹ്യ വിരുദ്ധരാണ്, എന്തോ ദുശീലത്തിൽ അടിമപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എനിക്ക് മറ്റെവിടെയും പോകാനൊരു സ്ഥലം ഇല്ല. അങ്ങനെ അവിടെ ഇരുന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ രാത്രി അല്പം വൈകിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും ചുരുണ്ടുകൂടി അവിടെ കിടന്നു. സമയം രാത്രി ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്പം ഒച്ചയും ബഹളം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഇവിടെ കിടക്കുന്ന ഓരോ വ്യക്തികൾക്കും എണ്ണമുണ്ട്. അവിടെയുള്ള ലോക്കൽ പോലീസിന് ഇവിടെ കിടക്കുന്ന ആളുകളുടെ എണ്ണം കറക്റ്റാണ്. ഒരാൾ കൂടുതൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് ആരാണ് എന്ന് അന്വേഷണം വരും. രാത്രിയിൽ പോലീസിൻ്റെ റൗണ്ട് ഓഫ് ഉണ്ട്. രാത്രി വന്ന് അവർ എണ്ണെടുക്കും. അപ്പോൾ കാരണം ആ കാലഘട്ടങ്ങളിലാണ് ബോംബ് സ്ഫോടനം ബോംബെയിൽ നടന്ന സമയമായിരുന്നു. ഒരു 92-93 സമയം. അതുകൊണ്ട് തന്നെ വല്ലാത്ത ജാഗ്രത ഉണ്ടായിരുന്നു. നല്ല ചെക്കിംഗ് ആയിരുന്നു അത്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന എല്ലാവരും എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റില്ല, താങ്കൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി ഇവിടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായി, തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ഒരു രാത്രി ഞാനിവിടെ കിടന്നോട്ടെ, നാളെ ഞാൻ
എഴുന്നേറ്റ് പോയിക്കോളാം. അല്പം മലയാളവും ഹിന്ദിയും എല്ലാം കൂട്ടി കലർത്തി ആശയം അങ്ങോട്ട് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ആക്ഷനും ഒക്കെ മനസ്സിലായപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. അതിൽ 1-2 പേര് എന്നോട് പറഞ്ഞു ഓക്കെ ഇന്നത്തെ രാത്രി ഇവിടെ കിടന്നു. മറ്റു പലവരും അത് അഭിപ്രായത്തിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. എങ്കിലും കൂടി എനിക്കവിടെ സമയം അനുവദിച്ചു തന്നു. അന്ന് രാത്രിയിൽ ഞാൻ അവിടെ 2 കാലില്ലാത്ത ഒരു സഹോദരൻ്റെ കൂടെയാണ് കിടന്നത്. എൻ്റെ കിടപ്പായിരുന്നത്. അപ്പോൾ ആ കിടപ്പ് നോക്കിയപ്പോൾ ഞങ്ങളുടെ മുകളിലോട്ടിരിക്കുന്ന പുതപ്പ്, അതെനിക്ക് തോന്നുന്നു ആ പുതപ്പ് കിട്ടിയതിന് ശേഷം അലകിയിട്ടുണ്ടാവില്ല, അതുപോലത്തെ ഒരു പൊട്ട മണമായിരുന്നു. അവിടെ കയറി കിടന്നു. രാവിലെ 3 മണി 4 മണി ആവുന്നതിന് മുമ്പായിട്ട് ഈ ആളുകളൊക്കെ എഴുന്നേറ്റ് അവരവരുടെ ജോലിക്ക് പോകുന്നതായിട്ട് ഞാൻ കാണാൻ സാധിച്ചു. അതോടൊപ്പം എൻ്റെ കൂടെ കിടന്നിരുന്ന മനുഷ്യൻ രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഭിക്ഷക്കാരനാണ്, യാചകനാണ്. പുള്ളിക്കാരൻ ചെറിയൊരു പലകയമേ 4 ചക്രമുണ്ട്, അതുമ്മ കയറിയിരുന്ന് ഭിക്ഷ യാചിക്കാനായിട്ട് കടന്നു പോവുകയാണ്. എൻ്റെ അവരുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ സ്നേഹബന്ധം അത് 1.5 മാസത്തോളം മുന്നോട്ട് പോയി. ഞാൻ ആ 1.5 മാസം ആ പാലത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങി. ഈ 1.5 മാസം ഞാൻ കിടക്കുമ്പോഴും എൻ്റെ ഭക്ഷണ രീതി ഒന്നും കൃത്യമായിരുന്നില്ല. കാരണം കയ്യിൽ പൈസയില്ല, ഒപ്പം തന്നെ ആരും ഒരു ചായ പോലും കുടിപ്പിക്കാനുള്ള പരിചയക്കാരില്ല. ഒരു 3-4 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഈ റോഡരിയിൽ കിടക്കുന്ന എൻ്റെ സ്നേഹിതരെന്ന് പറയാം, ഇവരെല്ലാവരും ഒരു ഉച്ച സമയത്ത് എല്ലാവരും ചേർന്ന് പോകുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. ഒന്നിച്ച് ഏതൊരു സ്ഥലത്തേക്ക് പോകുക. അപ്പം ഞാനും അവരുടെ കൂട്ടത്തിൽ പതുക്കെ ഒന്ന് കടന്നു ചെന്നപ്പോൾ ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ, റോഡ് സൈഡാണ്, അവരെല്ലാവരും അവിടെ പോയി ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ആരെങ്കിലും അവിടെ അല്പം സാമ്പത്തികമുള്ള വ്യക്തികൾ കടന്നു വന്ന് ആ ഹോട്ടലിലെ മാനേജറെടുത്ത് അല്പം പൈസ കൊടുത്തിട്ട് പറയും 10 പേർക്ക് ഭക്ഷണം കൊടുത്തോളാൻ പറയും. ഒരു പക്ഷേ അവരുടെ സന്തോഷത്തിനായിരിക്കാം, അല്ലെങ്കിൽ ജന്മദിനമായിരിക്കാം, ഏതെങ്കിലും കാരണത്താലായിരിക്കാം. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ആ ഹോട്ടലിൻ്റെ മാനേജർ പുറത്തിരിക്കുന്ന ഞങ്ങൾക്ക് 2 ചപ്പാത്തി, 2 തന്തൂറൊട്ടിയാണ്, തന്തൂറൊട്ടിയും ഒരു മുട്ടക്കറിയുടെ ചാറ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ കൊടുന്നു തരും. അത് ആ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് കഴിക്കണം. കഴിച്ച് കൈ കഴുകാൻ പോലും നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. കൈ കഴുകണമെങ്കിൽ തൊട്ടപ്പുറത്തൊരു മുസ്ലിംസിൻ്റെ വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ചെന്ന് അത് കുടിവെള്ളമാണ്. അവിടെ നമുക്ക് ഗ്ലാസ് ചെയിൻമേ ഇട്ടിട്ടൊരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് അവിടെ കുടിവെള്ളം മാത്രമാണത്, അതൊരിക്കലും കൈ കഴുകാനുള്ളതല്ല. ചിലപ്പോൾ ഞങ്ങളത് കൈ കഴുകാനും കുടിക്കാനും അത് ആരും കാണാതെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ 1.5 മാസത്തോളം ദിവസത്തിൽ 1 നേരം ഭക്ഷണം ഇവിടെ വന്നിരുന്ന് ഈ ഹോട്ടലിനെ ആശ്രയിക്കും. തീർച്ചയായും അങ്ങനെ വന്നിരുന്ന് ഈ ഭക്ഷണം കഴിച്ച് കടന്നു പോകുക. ഇങ്ങനെ 1.5 മാസം കഴിഞ്ഞപ്പോൾ പുറത്തൊരു ജോലി അന്വേഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഡ്രസ്സ് മാറാൻ വേറൊരു ജോഡി ഡ്രസ്സില്ല. അതുപോലെ മുടിയെല്ലാം ജട പിടിച്ചു, ശരീരം മുഴുവൻ ഒരു കറുത്ത ഒരു കളറായി മാറി. കാരണം ഈ പുക ശരീരത്തിലേക്ക് അങ്ങനെ അടിച്ചു. കുളിയും ജപവുമില്ല. ഇങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ആ പാലത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കൈ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പിരിച്ചു നോക്കിയതാണ്. കൈമൊന്ന് ഇങ്ങനെ കറുത്ത അഴുക്കുകൾ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പിരിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ കൈയിലെ പല ഭാഗത്തും ചെറിയ ചെറിയ കുരുക്കൾ, നമ്മുടെ മുഖത്തൊരു ആണി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കുരുക്കൾ നിറച്ച് കൈമേലും എവിടെയെല്ലാം അഴുക്ക് മാറുന്നു അവിടെയെല്ലാം ഇത് കാണാൻ ഇട വന്നു. ഞാൻ ആ കുരു പതുക്കെ ഒന്നിങ്ങനെ പതുക്കെ പൊട്ടിച്ചപ്പോൾ പണ്ട് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, റേഷൻ കടയിലെ അരി വാങ്ങുമ്പോൾ അതിൽ നിന്നൊരു വെളുത്ത ജീവനുള്ള പുഴു വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള പുഴുക്കൾ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൈമേലത്തെ 3-4 കുരുക്കൾ പൊട്ടിച്ചപ്പോൾ അതെല്ലാം ഇതുപോലെയുള്ള പുഴുക്കൾ, ചെറിയ ഒരു വെള്ള കൃമികൾ പുറത്തേക്ക് ചാടും, കൃമികൾ. അപ്പോൾ എൻ്റെ ഉള്ളിൽ പേടി കൂടി. കാരണം ഇനി മരണമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബീഡി ഷോപ്പുണ്ട്. ആ ബീഡി ഷോപ്പിൽ എൻ്റെ അവസ്ഥ ഞാൻ വ്യക്തമാക്കി. അവർ മലയാളീസായിരുന്നു. അവരെനിക്കൊരു അലക്കണ സോപ്പിൻ്റെ പകുതി കഷ്ണം തന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കുളിക്കുന്നൊരു ബാത്റൂമുണ്ട്. അവിടെ 5 രൂപ കൊടുത്താൽ നമുക്ക് കുളിക്കാം. ഒരു 5 രൂപയും തന്നു. അങ്ങനെ അവിടെ പോയി ആ അലക്കണ സോപ്പ് കൊണ്ട് ശരീരം മൊത്തം കഴുകി വൃത്തിയാക്കി. അത് ശരിയായ വൃത്തിയാക്കലൊന്നും ആയിട്ടില്ല.
എങ്കിലും പറ്റാവുന്ന രീതിയിൽ ചെയ്തു. അതുപോലെ ഒരു ബക്കറ്റ് വെള്ളമേ കിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം കൂടി എക്സ്ട്രാ അവർ തന്നു. 2 ബക്കറ്റിൽ കുളിയും അതോടൊപ്പം തന്നെ ഈ ഡ്രസ്സ് മുഴുവൻ അലക്കണം. 1.5 മാസത്തെ അഴുക്ക് ഈ ഡ്രസ്സിലുണ്ട്. അതെ അതെ, ഈ ഡ്രസ്സും അലക്കി ഡ്രസ്സ് വേറെ മാറി കൊടുക്കാൻ ഡ്രസ്സില്ല. നനഞ്ഞ അതേ ഡ്രസ്സ് തന്നെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തീരുമാനമെടുത്തു, ഇനി ഇവിടെ കിടക്കില്ല, എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പണി അന്വേഷിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് അങ്ങനെ നടന്നു. പിന്നെ അവിടെ വെയിൽ നന്നായിട്ടുള്ളതുകൊണ്ട് ഡ്രസ്സ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഒരു മലയാളി ഹോട്ടലിൽ പണിക്ക് കയറി. അവിടെ പണിക്ക് കയറി പതുക്കെ ഉള്ളിലെ പണിക്ക്, കിച്ചൻ്റെ ഉള്ളിലെ പണിക്ക് കയറി. ആ പണി കഴിഞ്ഞ് അവിടെ നിന്ന് പതുക്കെ പണി പഠിച്ചു. അതിനുശേഷം പുറത്ത് വെയിറ്ററായിട്ട് പണിക്ക് കയറി. അങ്ങനെ ആ ഹോട്ടലിലെ നല്ലൊരു വിശ്വസ്തനായി മാറി. 3 വർഷം ആ ഹോട്ടലിൽ വർക്ക് ചെയ്തു. അപ്പോൾ ശരീരത്തിനൊക്കെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അതോടൊപ്പം തന്നെ അല്പം ഡ്രസ്സുകൾ സ്വരൂപിച്ചു. ജീവിതത്തിൽ മാറ്റങ്ങൾ, സ്വഭാവം മാറിയെന്ന് വെച്ചാൽ ഒരിക്കലും മാറിയിട്ടില്ല, പക്ഷെ ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വന്നു. അത്യാവശ്യം കയ്യിൽ ഇച്ചിരി പൈസയും അല്പം പൈസയും, വലിയ പൈസ ഒന്നും ആയിട്ടില്ല, വളരെ ചെറിയ പൈസ. അന്ന് 20 രൂപയുള്ള ഒരു ദിവസം നമുക്ക് ശമ്പളം 20 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ അല്പം പൈസ കയ്യിൽ വന്നു. അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ കുറച്ച് വന്നു. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ ഭക്ഷണം കഴിക്കാൻ അവിടെ വന്നിരുന്ന ചില വ്യക്തികളായിട്ട് വളരെ നല്ലൊരു അടുപ്പം വന്നു. അപ്പോൾ അവർ മലയാളീസ് ആയിരുന്നു. അപ്പോൾ അവർ ബസ്സിൽ പണിയെടുക്കുന്നവരാണ്, ബസ്സിൽ ഡ്രൈവേഴ്സായിരുന്നു അവിടെ, പ്രൈവറ്റ് ബസ്സിൽ. അങ്ങനെ അവരെ കൂടെ ഈ പണി വിട്ട് ബസ്സിലെ പണിക്ക് കയറി. അങ്ങനെ അവിടെ ക്ലീനറായിട്ട് ജോലിക്ക് കയറി. അങ്ങനെ സ്കൂൾ ബസ്സായിരുന്നു. അങ്ങനെ അല്പം ബോംബെയെക്കുറിച്ച് റൂട്ട് മനസ്സിലായി. ബോംബെയിലെ പല ആളുകളുമായിട്ട് ബന്ധം വന്നു. അപ്പോൾ ബോംബെയുടെ ഉള്ളിലേക്ക് ഇറങ്ങി.